തീരുമാനത്തിലേക്ക് എത്തിച്ചേരുവാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ സഹായിച്ചു. കർത്താവെ, പ്രിയ ജസ്റ്റിസ് മോന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അവന് വിദ്യാഭ്യാസം കൊടുത്തു, ജോലി നൽകി കൊടുത്തു. അത് തന്നെയല്ല, തക്കതായ തുണയെ കണ്ടെത്തുവാൻ്റെ കൊണ്ണം കർത്താവെ നീ കൃപ ചെയ്തതോർ നന്ദിയോടെ സ്തോത്രം. അവരെ ഒന്നിപ്പാൻ്റെ കൊണ്ണം മനുഷ്യനേകനായിരിക്കുന്നല്ല എന്നുള്ള ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കർത്താവെ ആദാമിനെയും ഹവ്വായെയും ഒന്നിച്ച് യോജിപ്പിച്ച ദൈവം പ്രിയപ്പെട്ടവരെ ഒന്നിച്ച് യോജിപ്പിക്കുവാൻ്റെ കൊണ്ണം കർത്താവെ ഇന്ന് കൃപ ചെയ്തിരിക്കുന്ന നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വിവാഹ ശുശ്രൂഷ പ്രത്യേകാലത്തെ അനുഗ്രഹിക്കണം. അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ കർത്താവെ ഒരു കുടുംബജീവിതം കെട്ടിപ്പടുക്കുവാൻ്റെ കൊണ്ണം പ്രത്യേകാൽ കുഞ്ഞുങ്ങൾക്ക് നീ സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. അവർ മൂലം അവർ മാതാപിതാക്കന്മാർ അനുഗ്രഹിക്കപ്പെടുവാൻ, സഭ അനുഗ്രഹിക്കപ്പെടുവാൻ, കുടുംബ കർത്താവെ സമൂഹം അനുഗ്രഹിക്കപ്പെടുവാൻ പ്രത്യേകാൽ സഹായിക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നീ ഞങ്ങളുടെ നല്ല ദൈവമാണ്. ക്രിസ്തുയേശുവിൽ കൂടി ഞങ്ങളെ സ്നേഹിച്ച വലിയ സ്നേഹം ഞങ്ങൾ മറന്നു പോകാതെ വണ്ണം ആ സ്നേഹത്തെ നിലനിർത്തുവാൻ കർത്താവെ അതിൻ്റെ പ്രതീകമായിട്ടാണ് ഈ വിവാഹം നടക്കുന്നതെന്ന് മനസ്സിലായിക്കൊണ്ട് കർത്താവെ അവരുടെ കുടുംബജീവൻ നയിപ്പാൻ നീ സഹായിക്കണം. ക്രിസ്തു എങ്ങനെ സഭയെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കുന്നു. കർത്താവെ ഇനിയും ഞങ്ങളെ ചേർപ്പാൻ വരുന്ന ദൈവമാണ്. ഒന്നിച്ച് ചേർപ്പാൻ വരുന്ന ദൈവം കർത്താവാണ്. ആ വലിയ സന്ദേശം ഞങ്ങൾക്ക് ഇതിൽ നിന്നും മനസ്സിലാകുവാനും കർത്താവെ പ്രിയപ്പെട്ടവർക്ക് പ്രത്യേകം മനസ്സിലാകുവാനും ആ സന്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ കർത്താവയുടെ കുടുംബജീവിതം നടത്തുവാനും ഒരു ദിവസങ്ങളിൽ സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. ഇരുഭവനങ്ങളോട് ബന്ധത്തിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണം. ശുശ്രൂഷയ്ക്കായി കടന്നു വന്നിരിക്കുന്ന ദാസന്മാരെ അനുഗ്രഹിക്കണം. അങ്ങനെ എല്ലാ വിധത്തിലും കർത്താവ് ഇന്ന് പൽക്കാലം ഈ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ നടക്കുവാൻ്റെ ഗുണം സഹായിക്കണം. കുഞ്ഞുങ്ങളും കഴിഞ്ഞ നാളിൽ കർത്താവെ ആത്മീയമായ അനുഗ്രഹങ്ങളിൽ അവർക്ക് നൽകി കൊടുത്തു. രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുവാനും കർത്താവെ അവരുടെ സഭയുടെ ഐക്യപ്പെടുവാൻ, സ്ഥാനപ്പെട്ട സഭയുടെ ഐക്യത്തിൽ കടന്നു വരുവാനും കഴിഞ്ഞ ആൾ കൊടുത്തവർക്കായി സ്തോത്രം. ആ നിത്യമായ ബന്ധത്തിൽ നിലനിന്നുകൊണ്ട് ഒരു കുടുംബജീവനം ചെയ്യുവാൻ കുലായും ബ്രിസ്കയും പോലെ കർത്താവെ ദൈവസന്നിധിയിൽ പൂർണ്ണമായും കർത്താവെ സമർപ്പണമുള്ളവരായി ഒരു ദിവസം കാണപ്പെടുവാൻ സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ശുശ്രൂഷയും അനുഗ്രഹിച്ച് ഇന്ന് പലകാലം അനുഗ്രഹിക്കപ്പെട്ടവരായിട്ട് പ്രിയ കുഞ്ഞുങ്ങൾ കടന്നു പോകുവാൻ കർത്താവെ അവരെ ഒന്നിപ്പിപ്പാൻ കൊണ്ണം നല്ല അതുമൂലം അനേകർ കർത്താവ് ദൈവവചനം കേട്ട് കർത്താവെ ഇന്ന് പലകാലം ദൈവത്തെ അറിയാത്തവരുണ്ടെങ്കിൽ കർത്താവെ അറിയുവാനും അറിഞ്ഞവർ കൂടുതൽ ശക്തിപ്പെടുവാനും ഇടയാക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാം കൊണ്ടും നിന്റെ നാമം ഞങ്ങളുടെ മഹത്വപ്പെടുത്തണം. കൃപയിൽ ഞങ്ങളെ സൂക്ഷിക്കണം. പ്രാർത്ഥനയ്ക്കാൽ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമം ചോദിക്കുന്നു, കേൾക്കുമാറാണമേ. ആമീൻ. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സ്വപ്രവർത്തിക്കും വകപ്രാപിച്ച് തികഞ്ഞവൻ ആകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യസനത്തിനും പ്രയോജനമുള്ളതാകുന്നു എന്ന് തീമോഥെയോസ് ലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട്. ഇപ്പോൾ തിരുവെഴുത്തിൽ നിന്നും ഒരു ഭാഗം നമുക്ക് വായിച്ചു കേൾക്കാം. സ്ക്രിപ്ചർ റീഡിങ്ങിനായി യുവാഞ്ചലിസ്റ്റ് CT മാത്യു കോളാകോട്ടിനെ ക്ഷണിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. 45 സങ്കീർത്തനം വായിക്കുന്നു. എൻ്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു. എൻ്റെ കൃതി രാജാവിന് വേണ്ടിയുള്ളതെന്നേ ഞാൻ പറയുന്നു. എൻ്റെ നാവ് സമർത്ഥനായ ലേഖകൻ്റെ എഴുത്തുപോലാകുന്നു. നീ മനുഷ്യപുത്രന്മാരിൽ അതിസുന്ദരൻ, ലാവണ്യം നിന്റെ അധരങ്ങളിന്മേൽ പകർന്നിരിക്കുന്നു. അതുകൊണ്ട് ദൈവം നിന്നെ എന്നേക്കും അനുഗ്രഹിച്ചിരിക്കുന്നു. വീരനായുള്ളവയെ നിന്റെ വാൾ അരക്കി കെട്ടുക. നിന്റെ തേജസ്സും നിന്റെ മഹിമയും തന്നെ. സത്യവും സൗമ്യതയും നീതിയും പാലിക്കേണ്ടതിനെ നീ മഹിമയോട് കൃതാർത്ഥനായി വാഹനമേറി എഴുന്നള്ളുക. നിന്റെ വലങ്കൈ ഭയങ്കര കാര്യങ്ങളെ നിനക്ക് ഉപദേശിച്ചു തരുമാറാകട്ടെ. നിന്റെ അസ്ത്രങ്ങൾ മൂർച്ചയുള്ളവയാകുന്നു. ജാതികൾ നിന്റെ കീഴിൽ വീഴുന്നു. രാജാവിൻ്റെ ശത്രുക്കൾ നെഞ്ചത്തെ അവ തറയ്ക്കുന്നു. ദൈവമേ, നിന്റെ സിംഹാസനം എന്നേക്കുള്ളതാകുന്നു. നിന്റെ രാജത്വത്തിൻ്റെ ചെങ്കോൽ നീതിയുള്ള ചെങ്കോലാകുന്നു. നീ നീതിയെ ഇഷ്ടപ്പെട്ട് ദുഷ്ടതയെ ദ്വേഷിക്കുന്നു. അതുകൊണ്ട് നിന്റെ ദൈവം തന്നെ നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദതൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. നിന്റെ വസ്ത്രമെല്ലാം മൂറും ചന്ദനവും ലവംഗവും കൊണ്ട് സുഗന്ധമായിരിക്കുന്നു. ദന്താമന്ദിരങ്ങളിൽ നിന്ന് കമ്പിനാഥൻ നിന്നെ സന്തോഷിപ്പിക്കുന്നു. നിന്റെ സ്ത്രീരത്നങ്ങളുടെ കൂട്ടത്തിൽ രാജകുമാരികളുണ്ട്. നിന്റെ വലത്തുഭാഗത്ത് രാജ്ഞി ഓഭീർതംഗം അണിഞ്ഞു നിൽക്കുന്നു. അല്ലയോ കുമാരി, കേൾക്കുക, നോക്കുക, ചെവി ചായ്ക്കുക. സ്വജനത്തെയും നിന്റെ പിതൃഭവനത്തെയും മറക്ക. അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും. അവൻ നിന്റെ നാഥനല്ലോ, നീ അവനെ നമസ്കരിച്ചുകൊള്ളുക. സോർ നിവാസികൾ ജനത്തിലെ ധനവാന്മാർ തന്നെ കാഴ്ചവെച്ച് നിന്റെ മുഖപ്രസാദം തേടും. അന്തപുരത്തിലെ രാജകുമാരി ശോഭ പരിപൂർണയാകുന്നു. അവളുടെ വസ്ത്രം പൊൻകസ കൊണ്ടുള്ളത്.
അവളെ ചിത്രതയുള്ള വസ്ത്രം ധരിപ്പിച്ച് രാജസന്നിധിയിൽ കൊണ്ടുവരും. അവളുടെ തോഴിമാരായി കൂടെ നടക്കുന്ന കന്യകുമാരെയും നിന്റെ അടുക്കൽ കൊണ്ടുവരും. സന്തോഷത്തോടും ഉല്ലാസത്തോടും കൂടെ അവരെ കൊണ്ടുവരും. അവർ രാജമന്ദിരത്തിൽ പ്രവേശിക്കും. നിന്റെ പുത്രന്മാർ നിന്റെ പിതാക്കന്മാർക്ക് പകരമിരിക്കും. സർവ്വഭൂമിയിൽ നീ അവരെ പ്രഭുക്കന്മാരാക്കും. ഞാൻ നിന്റെ നാമത്തെ എല്ലാ തലമുറകളിലും ഓർക്കുമാറാക്കും. അതുകൊണ്ട് ജാതികൾ എന്നു വിനയിക്കും നിനക്ക് സ്തോത്രം ചെയ്യും. തുടർന്ന് സോങ് ഷീറ്റിലെ രണ്ടാമത്തെ പാട്ട് ഗായക സംഘം നമുക്കായി പാടുന്നതാണ്.
നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവും ആകുന്നുവെന്ന് 119 സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നുണ്ട്. ജീവിതത്തിൽ ഇതുവരെ സഞ്ചരിക്കുന്ന വ്യത്യസ്തമായ ഒരു പുതിയ പാതയിലേക്ക്, കുടുംബജീവിത പാതയിലേക്ക് പ്രവേശിക്കുന്ന ഈ വധൂവരന്മാർക്ക് ഇന്ന് ദൈവത്തിൻ്റെ പ്രകാശം നൽകുന്നതിന് ആവശ്യമാണ്. ഇന്ന് അവരോട് ദൈവത്തിൻ്റെ ദൂത് അറിയിക്കാനായിട്ട് സുവിശേഷകൻ അനിൽ എബ്രഹാം ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ അതിനായിട്ട് ക്ഷണിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഉപവിഷ്ടരായിരിക്കുന്ന ശ്രേഷ്ഠ ദൈവദാസന്മാർ, വിവാഹത്തിൻ്റെ സാക്ഷികളായിരിക്കാൻ ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർ, ഇരുഭവനത്തോടും ബന്ധപ്പെട്ട അവരുടെ ബന്ധുക്കളായ, ചാർച്ചക്കാരായ, സ്നേഹിതരായ ആളുകൾ, എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. ദൈവം വളരെ മാനിക്കുന്ന, തിരുവെഴുത്ത് മാന്യമെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ശുശ്രൂഷയുടെ സാക്ഷ്യം വഹിപ്പാനാണ് നാം കടന്നു വന്നിരിക്കുന്നത്. അതുമാത്രമല്ല, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസഭയുടെ കൂട്ടായ്മയിലായിരിക്കുന്ന 2 ദൈവ കുഞ്ഞുങ്ങൾ എന്നുള്ള നിലയിൽ ഈ വിവാഹം വിശുദ്ധ വിവാഹമാണ്. ഈ വിശുദ്ധ വിവാഹത്തിൽ ഒരു സാക്ഷിയാകുവാൻ കർത്താവ് എനിക്കും കൃപ തന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. എൻ്റെ സഹോദരിയെ വിവാഹം കഴിച്ചയച്ചിരിക്കുന്നത് പ്രിയ ബെറ്റിയുടെയൊക്കെ ഭവനത്തിലാണ്. ആ നിലയിൽ ആ ഭവനവുമായിട്ടൊരു ബന്ധമുണ്ട്. ആ നിലയിൽ ഈ വിവാഹത്തിൽ പങ്കെടുക്കുവാൻ ദൈവം ഒരവസരം തന്നു. അതോർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. നാം ദൈവവചനത്തിന് മുമ്പാകെ ഇരിക്കുമ്പോൾ ഈ വിവാഹം കഴിക്കുവാൻ പോകുന്ന ഈ പ്രിയ കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല, ഇവിടെ ഇരിക്കുന്നവർ ഒന്നുകിൽ വിവാഹിതരാണ്, അല്ലെങ്കിൽ വിവാഹം കഴിപ്പാൻ ആഗ്രഹിക്കുന്നവരാണ്. എല്ലാവർക്കും ദൈവം ആവശ്യമായ ദൂത് നൽകേണ്ടതിന് പ്രാർത്ഥനയോടെ നമുക്കിരിക്കാം. ദൈവവചനത്തിൻ്റെ എല്ലാ ശുശ്രൂഷകളിലും എന്ന പോലെ വിവാഹ ശുശ്രൂഷയിലും ദൈവവചനത്തിന് വളരെ പ്രാധാന്യമുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. ആ ബോധ്യമുള്ളവരാണ് ഇവിടെ ഇരിക്കുന്നത്. അതോർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അല്പസമയത്തെ ഒന്നിച്ചുള്ള ചിന്തയ്ക്കായിട്ട് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ചില ചിന്തകൾ ഒന്നിച്ച് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെ പ്രാരംഭമെന്നുള്ള നിലയിൽ ദൈവവചനത്തിൽ നിന്ന് ഒരു വേദഭാഗം വായിച്ച് കേൾപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 7-8 വാക്യങ്ങൾ. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 7-8 വാക്യങ്ങൾ. എൻ്റെ ദാസനായ മോശ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള ന്യായപ്രമാണമൊക്കെയും അനുസരിച്ച് നടക്കേണ്ടതിന് നല്ല ഉറപ്പും ധൈര്യവും ഉള്ളവനായി മാത്രം ഇരിക്കുക. ചെല്ലുന്നിടത്തൊക്കെയും നീ ശുഭമായിരിക്കേണ്ടതിന് അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. അതിൽ എഴുതിയിരിക്കുന്നത് പോലെയൊക്കെയും പ്രമാണിച്ചു നടക്കേണ്ടതിന് നീ രാവും പകലും അത് ധ്യാനിച്ചു കൊണ്ടിരിക്കണം. എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും, നീ കൃതാർത്ഥനായും ഇരിക്കും. വിവാഹ ജീവിതത്തിൽ ശുഭത ആഗ്രഹിക്കാത്ത ആരും ഉണ്ട് എന്ന് കരുതുന്നില്ല. ഒരു വിജയകരമായ കുടുംബജീവിതം ആഗ്രഹിച്ചുകൊണ്ടാണ് വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്നത്. എന്നാൽ ദുഃഖകരമെന്ന് പറയട്ടെ, എല്ലാ വിവാഹങ്ങളും വിജയകരമായി തീരാറില്ല. എല്ലാ വിവാഹങ്ങളും ശുഭപര്യവസായിയായി തീരാറില്ല. പലപ്പോഴും ദുഃഖത്തിലാണ് പല വിവാഹങ്ങളും അവസാനിക്കുന്നത്. എന്നാൽ ഇവിടെ ഇത് യോശുവ വിവാഹം കഴിക്കുവാൻ പോവുകയല്ല. യോശുവയോട് യഹോവയായ ദൈവം അരുളി ചെയ്യുമ്പോൾ കനാൻ നാട്, യോർദാൻ കടന്ന് കനാൻ നാട് കൈവശമാക്കുവാൻ പോകുന്ന, അവരുടെ വാഗ്ദത്ത ദേശം കൈവശമാക്കുവാൻ പോകുന്ന ആ യൗവനക്കാരനോട്, ഇസ്രായേൽ ജനത്തെ നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന അവരുടെ നായകനോട് വിജയകരമായ ഒരു ജീവിതത്തിന്, അല്ലെങ്കിൽ അവരുടെ ആ അവകാശം കൈവശമാക്കുന്നതിന് ആവശ്യമായിരിക്കുന്ന ചില കാര്യങ്ങളാണ് യഹോവയായ ദൈവം പറയുന്നത്. അവിടെ പ്രധാനമായിട്ടും നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു കാര്യം, യഹോവയുടെ ന്യായപ്രമാണം അനുസരിച്ച് നടക്കുവാൻ ജാഗ്രതയുള്ളവനായിരിക്കണം. യഹോവയുടെ ന്യായപ്രമാണം നിന്റെ വായിൽ നിന്ന് മാറിപ്പോകുവാൻ പാടില്ല. കുടുംബജീവിതങ്ങൾ പലപ്പോഴും പരാജയപ്പെടുന്നതിൻ്റെ പ്രധാന കാരണം ദൈവവചനത്തിന് സ്ഥാനമില്ല എന്നതുകൊണ്ടാണ്. ദൈവവചനത്തിന് സ്ഥാനം കൊടുക്കുന്നുവെങ്കിൽ
ദൈവവചനം അനുസരിച്ച് കുടുംബജീവിതം നയിക്കുന്നുവെങ്കിൽ ഒരിക്കലും കുടുംബജീവിതം പരാജയപ്പെടുകയില്ല. നമുക്കറിയാം, വിശുദ്ധ തിരുവെഴുത്ത് ആരംഭിക്കുന്നത് തന്നെ ഒരു വിവാഹത്തോടു കൂടെയാണ്, അവസാനിക്കുന്നതും ഒരു വിവാഹത്തോടു കൂടെയാണ്. ആദ്യ മാതാപിതാക്കന്മാരുടെ വിവാഹത്തോടു കൂടെ ആരംഭിക്കുന്നു, കുഞ്ഞാടിന്റെ കല്യാണത്തോടുകൂടെ തിരുവെഴുത്ത് അവസാനിക്കുന്നു. ഇതിന്റെ നടുവിൽ നടന്ന അനേക വിവാഹങ്ങളെ കുറിച്ച് തിരുവെഴുത്തിൽ നമുക്ക് വായിപ്പാനായിട്ട് കഴിയുന്നുണ്ട്. ആ വിവാഹ ജീവിതങ്ങളൊക്കെ വിജയകരമായി തീർന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രധാന കാരണം ദൈവം അവർക്ക് നൽകിയ പ്രമാണമനുസരിച്ച് അവർ നടന്നതുകൊണ്ടാണ് ആ വിവാഹ ജീവിതമൊക്കെ അനുഗ്രഹകരമായി തീർന്നിട്ടുള്ളത്. കുടുംബജീവിതത്തെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചും വിവാഹ ജീവിതത്തിൽ പാലിക്കേണ്ട മര്യാദകളെക്കുറിച്ചും ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചും വളരെ വ്യക്തമായിട്ട് ദൈവവചനം നമുക്ക് നിഷ്കർഷിച്ചു തന്നിട്ടുണ്ട്. നമുക്ക് ആവശ്യമായ ആലോചന നൽകിയിട്ടുണ്ട്. അത് പ്രമാണിപ്പാനുള്ള ആ ഒരു താല്പര്യം നമുക്കുണ്ടെങ്കിൽ, അതനുസരിച്ച് നാം നടക്കുന്നെങ്കിൽ തീർച്ചയായും കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടും. ഒരിക്കലും വിവാഹമെന്ന് പറയുന്നത് മനുഷ്യന്റെ ആലോചനയിൽ തോന്നിയ ഒന്നല്ല. ഇവിടെ പറയുകയുണ്ടായി, യഹോവയാണ് പറഞ്ഞത്, ഞാൻ അവന് തക്കതായ തുണയെ ഉണ്ടാക്കി കൊടുക്കും. ഇത് ദൈവത്തിന്റെ ആലോചനയാണ്, മനുഷ്യന്റെ ആലോചനയല്ല. മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം, സൃഷ്ടാവായ ദൈവം മനുഷ്യന് വെച്ചിരിക്കുന്ന ഒന്നാണ് വിവാഹം എന്നുള്ളത്. ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ, വിവാഹത്തിന് പുറത്തുള്ള എല്ലാ ബന്ധങ്ങളും അഥവാ സ്ത്രീ പുരുഷ ബന്ധങ്ങളും ദൈവം വെറുക്കുന്നതാണ്, ദൈവത്തിന് ഇഷ്ടമില്ലാത്തതാണ് എന്ന കാര്യം ഞാൻ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ദൈവമാണ് വിവാഹം സ്ഥാപിച്ചത്. അത് മാത്രമല്ല, വിവാഹം നമുക്കറിയാം, ദൈവവചനം നാം കേൾക്കുന്നവരാണ്, അനേക വിവാഹ ശുശ്രൂഷകളിൽ നാം പങ്കെടുത്തിട്ടുള്ളവരാണ്. വിവാഹബന്ധം എന്ന് പറയുന്നത് മനുഷ്യൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഒരിക്കലും വേർപിരിപ്പാൻ കഴിയാത്ത ബന്ധമാണ്. മത്തായി എഴുതിയ സുവിശേഷം 19-ാം അധ്യായത്തിൽ കർത്താവായ യേശുക്രിസ്തു ഈ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ദൈവം പറയുന്നത്, സൃഷ്ടാവായ ദൈവമാണ് അവരെ ഒന്നിച്ച് യോജിപ്പിച്ചിരിക്കുന്നത്. സൃഷ്ടാവായ ദൈവമാണ് വിവാഹം മനുഷ്യന് നൽകിയിരിക്കുന്നത്. ആദ്യ വിവാഹം നടത്തിക്കൊടുത്തത് സൃഷ്ടാവായ ദൈവമാണ്. അതുമാത്രമല്ല, മരണത്താൽ അല്ലാതെ വേർപിരിക്കുവാൻ കഴിയാത്ത നിത്യമായ ബന്ധമാണ് വിവാഹബന്ധം എന്നുള്ള കാര്യം ഓർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഞാനൊരു പുതിയ ഷർട്ട് വാങ്ങി, എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് വേണ്ടെങ്കിൽ കളയാം. ഞാനൊരു പുതിയ കാറ് വാങ്ങി, വേണ്ടെങ്കിൽ അതെനിക്ക് മാറ്റിയെടുക്കാം. എന്നാൽ പ്രിയമുള്ളവരെ, ഞാൻ ഓർപ്പിക്കട്ടെ, വിവാഹം അങ്ങനെ മാറ്റുവാൻ കഴിയുന്ന ഒന്ന് അല്ല. ഇത് നിത്യമായ ബന്ധമാണ്. അതുമാത്രമല്ല, വിവാഹം സ്നേഹത്താൽ മുദ്രയിടപ്പെട്ട ബന്ധമാണ്. ഇസ്ഹാക്കിന്റെ വിവാഹത്തോടുള്ള ബന്ധത്തിൽ നാം വായിക്കുന്നുണ്ട്, അവൻ അവളെ പരിഗ്രഹിച്ചു, അവൾ അവന് ഭാര്യയായി തീർന്നു. അന്നു മുതൽ അവൻ അവളെ സ്നേഹിച്ചു തുടങ്ങി. ലോകത്തിൽ പല വിവാഹങ്ങളും വിവാഹത്തോടുകൂടെ സ്നേഹം അവസാനിക്കുകയാണ്. എന്നാൽ ദൈവമക്കളുടെ വിവാഹത്തോടുകൂടെ സ്നേഹം ആരംഭിക്കുകയാണ്. ആ സ്നേഹം ഓരോ ദിവസവും വർദ്ധിച്ചു വരേണ്ടത് ആവശ്യമാണ്. ലോകത്തിലുള്ള പല വിവാഹങ്ങളും നമുക്കറിയാം. പത്രമാധ്യമങ്ങളിലൂടെ ലോകത്തിലുള്ള വിവാഹങ്ങളുടെ പരാജയങ്ങളൊക്കെ നാം വായിക്കാറുണ്ട്. വിവാഹം വരെ സ്നേഹിക്കും, വിവാഹത്തോടുകൂടെ സ്നേഹമൊക്കെ ഇല്ലാതെയാകും. എന്നാൽ ദൈവമക്കൾ വിവാഹത്തോടുകൂടെ സ്നേഹിപ്പാൻ ആരംഭിക്കുകയാണ്. ഭർത്താവ് ഭാര്യയെ സ്നേഹിപ്പാൻ ആരംഭിക്കുന്നു, ഭാര്യ ഭർത്താവിനെ സ്നേഹിപ്പാൻ ആരംഭിക്കുന്നു. വിവാഹ ജീവിതത്തിൽ ഞാൻ പെട്ടെന്ന് ഓർപ്പിക്കട്ടെ, ഈ വിവാഹ ബന്ധത്തെ സുദൃഢമാക്കുന്ന ചില ആണികളുണ്ട്. നമുക്കറിയാം, ഒരു ഫർണിച്ചർ ഉണ്ടാക്കിയാൽ, ഒരു കസേരയാകട്ടെ മേശയാകട്ടെ തടി കൊണ്ടുണ്ടാക്കിയാൽ അത് കിഴിച്ച് സ്യൂട്ട് ചെയ്തൊക്കെ ഉറപ്പിക്കും. എന്നാൽ അത് അങ്ങനെ ഉറച്ച് നിൽക്കുകയില്ല. ആ പണിയുന്ന ആശാരി മരം കൊണ്ടോ അല്ലെങ്കിൽ ഇരുമ്പ് കൊണ്ടോ ഉള്ള ആണി കൊണ്ട് അത് ഉറപ്പിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതുപോലെ വിവാഹ ബന്ധത്തെ ചില ആണികൾ കൊണ്ട് ഉറപ്പിക്കണം. അതിലൊരാണിയാണ് സ്നേഹം എന്നുള്ളത്. സ്നേഹത്താൽ ഉറപ്പിക്കപ്പെട്ട ബന്ധം ഒരിക്കലും അറ്റുപോകുകയില്ല. കാരണം കർത്താവ് നമുക്ക് കാണിച്ചു തന്നിരിക്കുന്ന സ്നേഹം ഇങ്ങോട്ട് ലഭിക്കുന്ന സ്നേഹമല്ല, അങ്ങോട്ട് കൊടുക്കുന്ന സ്നേഹമാണ്. ഒന്നും പ്രതീക്ഷിക്കാതെ നിങ്ങൾ തമ്മിൽ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ വിവാഹബന്ധം ഏറ്റവും അനുഗ്രഹകരമായിരിക്കും. അതുപോലെ തന്നെ വിവാഹത്തിൽ പാലിക്കേണ്ട, വിവാഹത്തെ സുദൃഢമാക്കുന്ന ഒന്നാണ് വിശ്വസ്തത എന്നുള്ളത്. നമുക്കറിയാം, പൊതുവിൽ ലോകത്തിൽ മനുഷ്യരുടെ ഇടയിൽ വിശ്വസ്തത കുറഞ്ഞു പോകുന്നു. അതുമാത്രമല്ല, വിവാഹ ബന്ധങ്ങളിലും വിശ്വസ്തത ഇല്ലാതെയാകുന്നതാണ് ഈ കാലങ്ങളിൽ നമുക്ക് കേൾക്കുവാനും കാണുവാനും കഴിയുന്നത്. വിവാഹ ബന്ധത്തെ നിലനിർത്തിക്കൊണ്ടു പോകുന്നതിൽ ഭാര്യ ഭർത്താക്കന്മാരുടെ വിശ്വസ്തതയ്ക്ക് വളരെ പങ്കുണ്ട്.
അവിശ്വസ്തത ദൈവം വെറുക്കുന്നവനാണ്. മലാഖി പ്രവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും, ഇസ്രായേലിലെ അവിശ്വസ്തതയെ ദൈവം ശാസിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അവിടെ ദൈവം പറയുന്നത് ദൈവം അവരുടെ മധ്യേ സാക്ഷിയാണ് എന്നാണ്. ഭാര്യ ഭർത്താക്കന്മാരുടെ മധ്യേ സാക്ഷിയായിട്ട് നമുക്കറിയാം, ഈ വിവാഹത്തിന്റെ സാക്ഷ്യം വഹിക്കുവാനാണ് ഇവിടെ നാം കൂടിയിരിക്കുന്നത്. എന്നാൽ ഇവരുടെ ജീവിതത്തിൽ മുന്നോട്ട് അവരെടുക്കുന്ന എല്ലാ ചുവടുവയ്പ്പുകളും നാം സാക്ഷികളായിരിക്കുകയില്ല. അവരുടെ ജീവിതത്തിന്റെ എല്ലാ വഴികളിലും നാം സാക്ഷികളായിരിക്കുകയില്ല. എന്നാൽ അവരുടെ ജീവിതത്തിൽ എപ്പോഴും സാക്ഷിയായിരിക്കുന്ന, ഇവരെ ഒന്നിച്ചു ചേർക്കുന്ന ദൈവമുണ്ട്. ആ ചിന്ത നിങ്ങളുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. പരസ്പരം വിശ്വസ്തരായിരിക്കാൻ ദൈവം സഹായിക്കട്ടെ. സ്നേഹിപ്പാൻ, ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുവാൻ, ഭാര്യ ഭർത്താവിനെ സ്നേഹിച്ച് കീഴ്പ്പെട്ടിരിപ്പാൻ ഇടയാകണം. അത് മാത്രമല്ല, പരസ്പരം വിശ്വസ്തരായിരിക്കാൻ ഇടയാകണം. മൂന്നാമത് ഞാൻ ഓർപ്പിക്കട്ടെ, പരസ്പരം അംഗീകരിക്കുവാൻ. ഭർത്താവ് ഭാര്യയെ അംഗീകരിക്കണം, ഭാര്യ ഭർത്താവിനെ അംഗീകരിക്കണം. വിവാഹബന്ധത്തിലേക്കൊക്കെ പ്രവേശിക്കുന്നത് വളരെ ഭാവനകളോടെയാണ്. എന്നാൽ കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാക്കും, കുടുംബജീവിതം എന്ന് പറയുന്നത് ഭാവന കണ്ടതുപോലെ അല്ല. ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവളുടെ പുരുഷനെ കുറിച്ച് അവൾക്ക് അനേക ഭാവനകൾ ഉണ്ടായിരിക്കാം. അതുപോലെ ഒരു പുരുഷന് അവൻ വിവാഹം കഴിക്കുവാൻ പോകുന്ന പെൺകുട്ടിയെ കുറിച്ച് അനേക ഭാവനകൾ ഉണ്ടായിരിക്കാം. ആ ഭാവനകളെല്ലാം പൂർത്തീകരിക്കണമെന്നില്ല. ആ ഭാവന കണ്ടതുപോലെ ആകണമെന്നില്ല അവളുടെ ഭർത്താവ്. അവൾ ഭാവന കണ്ടതുപോലെ ആകണമെന്നില്ല ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ. എന്നാൽ ഓർക്കണം, എൻ്റെ ഭർത്താവ്, ആ ഭർത്താവ് എന്നുള്ള നിലയിൽ എല്ലാ കുറവുകളോടും കൂടെ അംഗീകരിപ്പാൻ ഭാര്യയ്ക്ക് കഴിയണം. ഞാൻ ആഗ്രഹിക്കാത്ത സ്വഭാവങ്ങൾ ഉണ്ടായിരിക്കാം, എങ്കിലും അവൾ നിന്റെ ഭർത്താവാകൊണ്ട് ഞാൻ അംഗീകരിച്ച് ബഹുമാനം കൊടുക്കുവാൻ. അത് മാത്രമല്ല, ഭാര്യയെ അംഗീകരിപ്പാൻ അവളുടെ കുറവുകളോടുകൂടെ, എനിക്കിഷ്ടമില്ലാത്ത സ്വഭാവങ്ങൾ ഉണ്ടെങ്കിൽ കൂടെ അവളെ അംഗീകരിപ്പാനായിട്ട് കഴിയണം. നാലാമത് ഓർപ്പിക്കട്ടെ, പരസ്പരം ബഹുമാനിപ്പാൻ. ഭാര്യ ഭർത്താവിനെ ബഹുമാനിക്കണം. അവൻ എൻ്റെ തലയാണ്. ഭർത്താവ് ഭാര്യയ്ക്കും ബഹുമാനം കൊടുക്കണം. കാരണം അവൾ ജീവന്റെ കൃപയ്ക്ക് കൂട്ടവകാശിയാണ്. പരസ്പരം ബഹുമാനിക്കണം. 4 കാര്യങ്ങളാണ് ഓർപ്പിച്ചത്. സ്നേഹിക്കുക, സ്നേഹത്തിൽ ഭാര്യ ഭർത്താവിന് കീഴ്പ്പെട്ടിരിക്കുക. ഭർത്താവ് സ്നേഹത്തിൽ ഭാര്യയെ കരുതുക. വിശ്വസ്തരായിരിക്കുക, എല്ലാ വഴികളിലും വിശ്വസ്തരായിരിക്കുക. കുടുംബജീവിതത്തിൽ ഭർത്താവിനെ മറിച്ച് ഭാര്യയ്ക്കും, ഭാര്യയെ മറിച്ച് ഭർത്താവിനും ഒന്നും ഉണ്ടായിരിക്കാൻ പാടില്ല. ആ വിശ്വസ്തത പാലിപ്പാൻ ദൈവം സഹായിക്കട്ടെ. 3, പരസ്പരം അംഗീകരിക്കുക. ഭർത്താവിനെ ഭർത്താവായി അംഗീകരിക്കുക എല്ലാ കുറവുകളോടും കൂടെ, ഭാര്യയെ ഭാര്യയായി അംഗീകരിക്കുക എല്ലാ കുറവുകളോടും